കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും ബേക്കറിയിലും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നൊരു മെയിൻ ഐറ്റം ആണല്ലോ റെഡ് വെൽവെറ്റ് കേക്ക്. പ്രൊഫഷണലായിട്ട് കേക്ക് ബേക്ക് ചെയ്യുന്ന ആളല്ലെങ്കിലും കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടുന്ന ഉപകരണങ്ങളൊന്നും കയ്യിലില്ലെങ്കിലും എനിക്കും തോന്നി ഒരെണ്ണം ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. ആകപ്പാടെയുള്ള ഒരു സ്പാറ്റുലയും ഒരു ബീറ്ററും വെച്ച് ഞാൻ തയ്യാറാക്കിയെടുത്ത കേക്കാണിത്. ഇതിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ പ്രശ്നങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച സമയത്ത് തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടി. എന്നാൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ചില തെറ്റിൽ നിന്നാണല്ലോ നമ്മൾ ഓരോന്നും പഠിക്കുന്നത്. അപ്പോൾ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഫ്രണ്ട്സ്, ഞാൻ ലിൻഡ വർഗീസ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത്തരത്തിലൊരു പാത്രം എടുത്തെങ്കിലും ഇത്തരത്തിലെ പാത്രം നിങ്ങളുടെ കൈവശം ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ മതി. കുറച്ച് വലിപ്പമുള്ള സ്റ്റീലിൻ്റെ ഒരു ടിഫിൻ ബോക്സോ ഒരു സ്റ്റീൽ ചരുവോ മതി. ഒരു സ്റ്റീൽ ചരുവത്തിൽ ഒരു പ്ലം കേക്ക് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കരുത്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തൂത്ത് പിടിപ്പിച്ചിട്ട് ഞാനിപ്പോൾ ബട്ടർ പേപ്പർ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ പകരം മൈദാപ്പൊടി ഉപയോഗിച്ചാൽ മതി. മൈദ എല്ലായിടും ഒന്ന് കുടഞ്ഞിട്ട് അധികമുള്ള പൊടി തട്ടിക്കളഞ്ഞ് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതേ ട്രേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് ബട്ടർ മിൽക്കാണ്. ഞാനിപ്പോൾ നമ്മുടെ സാധാരണ കവർ പാലാണ് എടുത്തിരിക്കുന്നത്. 85 ml ഒരു കപ്പിന് 1 കപ്പ് പാലെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയായി കിട്ടും. ഇത് മുഴുവനും നമുക്കിതിലേക്ക് ആവശ്യമില്ല, കുറച്ചു മതി. കണ്ടില്ലേ, ഇളക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് അത് പിരിഞ്ഞു വന്നു. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന പൊടികളൊക്കെ എടുത്തൊന്ന് അരിച്ചെടുക്കാം. 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് 250 ml കപ്പാണ്. ഇത്തരത്തിലുള്ള കപ്പില്ലാന്നുണ്ടെങ്കിൽ സാധാരണ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ് ആയാലും മതി. സാധാരണ കപ്പൊക്കെ 250 ml വരാറുള്ളത്. എടുക്കുമ്പോൾ കുത്തിക്കോരി എടുക്കരുത്, കറക്റ്റ് ലെവൽ മാത്രമേ എടുക്കാവുള്ളൂ. എടുത്ത മൈദയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കണം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കുറഞ്ഞതൊരു 3 തവണ ഒന്ന് അരിച്ചെടുക്കണം. അങ്ങനെ 3 തവണ അരിച്ചെടുത്ത ഈ പൊടി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി മറ്റൊരു ബൗളിലേക്ക് ചെറിയൊരു കഷ്ണം ബട്ടർ ഇടുക. ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം, ഉപ്പുള്ളതാകുകയും ചെയ്യരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുക്കാനായിട്ട് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വിസ്ക് ഉപയോഗിച്ചാലും മതി. കുറച്ചധികം സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ബട്ടർ അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കണം. ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെയായിട്ട് ചേർത്ത് വേണം അടിച്ചെടുക്കാനായിട്ട്. പൊടിച്ചെടുത്താൽ ഉടനെ ചേർക്കരുത്, കാരണം പൊടിച്ചെടുക്കുമ്പോൾ ചെറിയ ചൂടുണ്ടാവും. ചൂടോടുകൂടി ബട്ടറിലേക്ക് ചേർത്താൽ ബട്ടർ ഉരുകിപ്പോകും. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ടയാണ് ചേർക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉടനെ ചേർക്കരുത്. അതും നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലുമാണ് ചേർക്കുന്നത്. ഇതും ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബട്ടർ മിൽക്കിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ആണ്. 2 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുകൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ഇനി ഇതിപ്പോൾ റെഡ് വെൽവെറ്റ് കേക്ക് ആണല്ലോ, അപ്പോൾ ചുവപ്പ് നിറം വേണം. ഞാനിവിടെ ടൊമാറ്റോ റെഡാണ് എടുത്തിരിക്കുന്നത്. ആദ്യം 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കി. കളർ കുറവുള്ളതുപോലെ തോന്നിയത് കൊണ്ട് 1/2 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു. അതിപ്പോൾ നിങ്ങൾ എടുക്കുന്ന കളറിൻ്റെ ആ ഒരു നിറം എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചിരിക്കും. ഇതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ പൊടികൾ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർക്കണം. ഇനി ബീറ്ററിൻ്റെയോ വിസ്കിൻ്റെയോ ആവശ്യമില്ല. ഇതുപോലെ ഒരു സ്പാറ്റലോ ഉപയോഗിച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. കാണുന്ന പോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്തു. ഈ ഒരു രൂപത്തിൽ നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ മാത്രം 1/2 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് കണ്ടില്ലേ, ഈ ഒരു രൂപമാക്കി എടുക്കണം. ഇനി ഇത് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ആക്കി എയർ ബബിൾസ് ഒക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം അവനുള്ളവർക്ക് അവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അവനിലല്ല ചെയ്യുന്നത്. ഞാൻ സാധാരണ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലാണ് ചെയ്യുന്നത്. ഇത്തരത്തിലൊരു പാത്രം അടുപ്പത്തേക്ക് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് വെച്ച് ഇത് ലോ ഫ്ലെയിമിലാണ് ഇനി ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ അടപ്പിലൊരു ഹോൾ ഉള്ളത് കൊണ്ട് ഞാനതൊരു ഗ്രാമ്പൂ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിം വെച്ച് 35 തൊട്ട് 40 മിനിറ്റ് വെക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ബേക്കിംഗ് ട്രേ ഗ്രീസ് ചെയ്തെടുത്ത സമയത്ത് തന്നെ ഇതുപോലെ ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇത്തരത്തിലുള്ള പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ അലുമിനിയം പാത്രമായാലും മതി. മീഡിയം ഫ്ലെയിം വെച്ച് ഉള്ളിൽ ചെറിയൊരു തട്ടും ഇട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു ട്രേയും വെച്ച് അടച്ചു വെച്ചാൽ കറക്റ്റായിട്ട് ചൂടായി കിട്ടും കേട്ടോ. ഈ കേക്ക് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ക്രീം ചീസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ക്രീം ചീസ് കടയിൽ വാങ്ങാൻ കിട്ടും. ഞാനിപ്പോൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയാണ്. 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാലടുപ്പത്തേക്ക് വെച്ച് കൈവിടാതെ നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം തീ കുറച്ച് വെക്കണം. അതിനുശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിക്കുക. കണ്ടില്ലേ, വിനെഗർ ഒഴിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഇത് പിരിഞ്ഞു വരും. ഇളം മഞ്ഞ നിറമുള്ളൊരു വെള്ളവും നല്ല കട്ട തൈര് പോലെയൊക്കെ കിടക്കും. ഇനി ഇത് തിളപ്പിക്കരുത്. ഇനി ഇത് നമ്മൾ അരിച്ചെടുക്കുകയാണ് വേണ്ടുന്നത്. ഇതുപോലെ തുണിയിട്ട് അരിച്ചെടുക്കണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഡയറക്റ്റ് അരിപ്പയ്ക്കകത്തൂടെ അരിച്ചെടുത്താലും മതി.
ഇത് അരിച്ചെടുക്കുമ്പോൾ ഇതിലെ വെള്ളം മുഴുവനും ഞെക്കി പിഴിഞ്ഞ് കളയരുത്. കുറച്ചൊരു വെള്ളം മയത്തോടു കൂടി വേണം എടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം കളഞ്ഞാൽ മതി. മുഴുവൻ വെള്ളവും ഞെക്കി പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇത് കട്ടിയായിട്ട് പനീർ പോലെ ആയിപ്പോകും കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. കണ്ടില്ലേ വെള്ളത്തിൻ്റെ നിറം കണ്ടില്ലേ? വെള്ളം കളയണ്ട, നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അരയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം വന്നാൽ ഈ വെള്ളം ചേർക്കാം. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം കട്ടകളായിട്ടിരിക്കുന്നതൊക്കെ ഒന്ന് ഉടച്ചിട്ടതിന് ശേഷം ഇത് നമുക്കൊന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് തണുക്കാൻ വേണ്ടി ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 40 മിനിറ്റ് ആയി. ഇതിനിടയ്ക്ക് ഇത് തുറന്നിട്ടേ ഇല്ല. ഇപ്പോഴാണ് ഇത് തുറക്കുന്നത്. കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് വെന്തോന്ന് അറിയുന്നതിന് വേണ്ടി ഇതിൻ്റെ നടുവശത്തായിട്ട് ഇതുപോലൊരു സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. ഇത് കണ്ടില്ലേ, ഇതിലിപ്പോൾ എങ്ങും ഒന്നും പറ്റിപ്പിടിച്ചിരിപ്പില്ല. നമ്മുടെ സാധാരണ ഒരു ഈർക്കിൽ വെച്ച് കുത്തി നോക്കിയാലും മതി കേട്ടോ. കൂടുതൽ ഉറപ്പ് വരുത്താനായിട്ട് ഞാൻ വേറെ 1-2 സ്ഥലത്തൊക്കെ ഒന്ന് കുത്തി നോക്കി. എങ്ങും ഒരു കുഴപ്പവുമില്ല, നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ റെഡിയാക്കി എടുക്കണം. ആദ്യം വേണ്ടുന്നത് കുറച്ച് ഷുഗർ സിറപ്പാണ്. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര എടുത്ത് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നൂൽ പരുവമൊന്നും ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തൊന്ന് ഇളക്കി തണുക്കാനായിട്ട് ഇത് മാറ്റി വെക്കുക. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഫിയോണയുടെ ഈ ക്രീമാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇത് സാധാരണ നമ്മൾ ഫ്രീസറിലാണ് സൂക്ഷിക്കാറുള്ളത്. ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് ഉപയോഗിക്കരുത്. കേക്ക് ഉണ്ടാക്കേണ്ടതിൻ്റെ തലേദിവസം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ഈ കാണുന്ന പോലെ കുറച്ച് ഐസ് ക്യൂബ്സും തണുത്ത വെള്ളമൊക്കെ എടുത്ത് അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്താൽ വേഗം ഒന്ന് ഫ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഹൈ സ്പീഡിൽ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. 5-6 മിനിറ്റ് അടിക്കുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരും. ഇനി വിപ്പിംഗ് ക്രീമിന് പകരം വിപ്പിംഗ് പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് അത് ബീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അതനുസരിച്ച് ചെയ്താൽ മതി. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം. തണുക്കാൻ വെച്ച് ചീസ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ച് ക്രീം രൂപത്തിലാക്കി എടുക്കാം. അതിനായിട്ട് പ്രത്യേകിച്ച് മസാലയുടെ മണമൊന്നും ഇല്ലാത്ത മിക്സിയുടെ ജാർ എടുത്ത് വെള്ളം ചേർക്കാതെ ഇത് ആദ്യം ഒന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ ചീസ് ഉണ്ടാക്കിയപ്പോൾ ഉള്ള ആ വെള്ളം തന്നെയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എനിക്ക് മൊത്തം 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ ആവശ്യം വന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ച് കൂടുതലോ കുറവോ ഒക്കെ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. അത് നിങ്ങൾ നോക്കി ചെയ്താൽ മതി. ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെയായിട്ട് ചേർത്ത് 2-3 തവണയായിട്ട് അടിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ, ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. കടകളിൽ നിന്ന് വാങ്ങുന്ന ക്രീം ചീസിനെയും കാട്ടിലും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. തീർച്ചയായിട്ടും ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഈ ക്രീം ചീസിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല സിൽക്കി രൂപത്തിലാക്കിയിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുക തണുക്കാനായിട്ട്. ഇതേസമയം കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ കേക്ക് കണ്ടിട്ട് ആദ്യം നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഈ ഹാർട്ട് ഷേപ്പുള്ള കേക്ക് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഹാർട്ട് തകർന്നു പോയി. എത്രത്തോളം നന്നായിട്ട് പൊങ്ങി വന്നൊരു കേക്കായിരുന്നു അല്ലേ. തണുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ അതിൻ്റെ ഒരു ഷേപ്പ്. ഇത് കണ്ടിട്ട് ഹോസ്പിറ്റലിൽ ഏതോ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് അവിടുത്തെ ഭിത്തിയിലൊക്കെ നോക്കുമ്പോൾ കാണുന്ന ഹാർട്ടിൻ്റെ പിക്ചറുകളുണ്ടല്ലോ, അതുപോലെ തോന്നുന്നുണ്ട്. തകർന്നിരിക്കുന്നു. ഇവിടെ മുതൽ അങ്ങോട്ട് മുഴുവനും തകർച്ചകളായിരുന്നു സുഹൃത്തുക്കളെ. നിങ്ങൾ ഏതായാലും സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ മുഴുവനും കണ്ടു നോക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്ന് നല്ല സ്പോഞ്ച് പോലെ ഇരുന്നൊരു കേക്കാണ്. നടുവശം ഇരിക്കുന്ന കണ്ടോ. ഇനി ഇത് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണമല്ലോ. ഞാനിപ്പോൾ അതിൻ്റെ ടെൻഷനില്ല. ഇതെങ്ങനെ കട്ട് ചെയ്തെടുക്കും? കട്ട് ചെയ്യുന്ന പോയിട്ട് ഇതൊന്നും എടുത്ത് പൊക്കാൻ പോലും പറ്റുന്നില്ല. ബേക്കിംഗ് ട്രേ അങ്ങനത്തെ ഉള്ളതായതുകൊണ്ട് എനിക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ എളുപ്പമായിരുന്നു. ഏതായാലും ഈ അടിയിലത്തെ ട്രേയും മാറ്റണമല്ലോ. ഇനി എനിക്ക് അങ്ങോട്ട് സങ്കടമോ ഒന്നും പറയാൻ പോലും തോന്നുന്നില്ല. ഞാൻ ഏതായാലും വളരെ കഷ്ടപ്പെട്ട് ഈ ഒരു രൂപത്തിലൊക്കെ ഇതിനെ ഒന്ന് ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഇതിനെന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. എനിക്ക് ഇതുവരെയും ഒന്നും പിടികിട്ടിയിട്ടില്ല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നുള്ളത്. ഇനി ഇതെങ്ങനെ കട്ട് ചെയ്തെടുക്കും? അതാണ് എൻ്റെ അടുത്ത ടെൻഷൻ. ഞാനിപ്പോൾ ഏതായാലും വളരെ കഷ്ടപ്പെട്ട് ഒരു നൂല് വെച്ച് ഇതൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നൈഫ് കയറ്റിയെടുത്താൽ ഇത് ആകപ്പാടെ നാശമായി പോകും. അതുകൊണ്ട് ഒരു നൂല് വെച്ച് ഞാൻ ഈ ഒരു രൂപത്തിൽ ഇത് കറക്റ്റായിട്ട് തന്നെ കട്ടായി വന്നു. നിങ്ങളിപ്പോൾ നോക്കിക്കേ കണ്ടോ, ഈ നൂലെ പോലും ഒന്നും പറ്റിപ്പിടിച്ചിരിപ്പില്ല. ഇത് വേഗാഞ്ഞിട്ടല്ല ഇങ്ങനെ പറ്റിയത്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയുക. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ കുറച്ച് ചെത്തിയെടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേക്ക് നമ്മൾ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണമല്ലോ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ചുവന്ന നിറത്തിൽ. അതിനായിട്ട് ഇതിങ്ങനെ ചെത്തിയെടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് പൊടിച്ച് ഒരു ഫ്രൈങ് പാനിലിട്ട് ലോ ഫ്ലെയിമിൽ കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്തെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് വരും. അത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താൽ കേക്ക് ഗാർണിഷ് ചെയ്യാൻ ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇനി തണുക്കാൻ വെച്ചിരുന്ന വിപ്പിംഗ് ക്രീമും ക്രീം ചീസും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് രണ്ടും കൂടെ ഒരുമിച്ചാക്കിയതിന് ശേഷം
ഒരുപാടിട്ട് അടിച്ച് പതയ്ക്കരുത്. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ദേ കേക്ക് സെറ്റ് ചെയ്യുകയാണ്. രണ്ടായിട്ട് കട്ട് ചെയ്ത കേക്ക് കണ്ടോ, ഇരിക്കും തോറും അതിൻ്റെ രൂപത്തിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കുക. മൊത്തത്തിൽ തകർന്നു സുഹൃത്തുക്കളെ. ഇത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തത് എങ്ങനെ എടുത്തു മാറ്റും എന്നുള്ള ടെൻഷനിലാണ്. ഏതായാലും കേക്ക് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ട്രേയിലേക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കേക്ക് മുഴുവനായിട്ട് എടുത്ത് വെച്ചു. മുകളിൽ നിന്ന് പാർട്സായിട്ട് എടുത്ത് മാറ്റി ബാക്കിയുള്ള ഭാഗത്തേക്ക് കുറച്ച് ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്നുള്ളത് ഞാൻ പറയുന്നതിലും നല്ലത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുന്നതാണ്. ഈ വീഡിയോയുടെ തുടക്കത്തിലും തമ്പനെയിലും ഒക്കെ നിങ്ങൾ ഈ കേക്കിൻ്റെ പിക്ചർ കണ്ടല്ലോ. വളരെ കഷ്ടപ്പെട്ടാണ് ഈ വെറും ഒരു സ്പാറ്റല ഉപയോഗിച്ച് ഞാൻ ഈ കേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തത്. നല്ല സൂപ്പർ ലുക്കല്ലേ. വിപ്പിംഗ് ക്രീമും ക്രീം ചീസും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഉപയോഗിച്ചാൽ മതി എന്നുള്ളത് പ്രൊഫഷണലായിട്ട് കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു ചാനലിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. പക്ഷേ അതിലെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഞാൻ ചെയ്തതിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. നല്ല ഫ്ലഫി ആയിട്ടിരുന്ന വിപ്പിംഗ് ക്രീം ആയിരുന്നു, അത് കുറച്ച് വാട്ടറി ആയിപ്പോയി. ഇനി ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്. ഏതായാലും കണ്ടില്ലേ, നല്ല സൂപ്പർ ലുക്കായിരുന്നു. ലുക്കിനെക്കാട്ടിലും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമോ എന്നറിയില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ഞാനായിട്ട് പറയുന്നില്ല. ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് എത്തിക്കാം കേട്ടോ. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എഴുതി അറിയിക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്, ലിൻഡ വർഗീസ്.